പാകിസ്ഥാൻ ചാരൻ ബംഗളൂരുവിൽ അറസ്റ്റായി. പാകിസ്ഥാന് വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജാണ് പിടിയിലായത്. മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഇയാളെ എങ്ങനെ തിരിച്ചറിഞ്ഞു? എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനം, പ്രത്യേകിച്ച് ഡിഫൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബെല്ലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ജീവനക്കാരനാണ് ഈ ദീപ് രാജ് ചന്ദ്ര എന്നുള്ള വ്യക്തി. ഇദ്ദേഹം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങൾ, പ്രതിരോധ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ മിലിറ്ററി ഇന്റലിജൻസിന്റെയും കർണാടക രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത്. ഏതായാലും ഇയാൾ കഴിഞ്ഞ കുറേ കാലമായി ഈ ബെല്ലിൽ ജീവനക്കാരനാണ്. മത്തിക്കരയിൽ, ഈ യശ്വന്ത്പുരയ്ക്ക് സമീപമുള്ള മത്തിക്കരയിൽ താമസക്കാരനുമാണ്. ഏതായാലും ഇയാളെ പിടികൂടിയിട്ടുണ്ട്. ഇയാൾ എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയതെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല. മറ്റൊരു പ്രധാന സംഭവം കൂടി ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിന്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട്. രാമനഗരയ്ക്ക് സമീപം ബിഡതിയിൽ പാക് അനുകൂല മുദ്രാവാക്യം വാഷ്റൂമിൽ എഴുതിയ, ശുചിമുറിയിൽ എഴുതിയ രണ്ടാളുകളെ പിടികൂടിയിട്ടുണ്ട്. ടൊയോട്ടയുടെ ഫാക്ടറിയിലെ ശുചിമുറിയിലാണ് പാക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ രണ്ട് ജീവനക്കാർ എഴുതിയത്. ഏതായാലും ജമ്മു കാശ്മീരിൽ പിടിയിലായ ലഷ്കർ ഇ തൊയ്ബ ഭീകരിലൊരാൾ ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ ജമ്മു മേഖലയുടെ ഐടി സെൽ മേധാവിയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. റീസി ജില്ലയിലെ ടക്സയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഫൈസൽ അഹമ്മദ്, താലിബ് ഹുസൈൻ എന്നീ ഭീകരരെ ഗ്രാമീണർ പിടികൂടി സുരക്ഷാ സേനയ്ക്ക് കൈമാറിയത്. എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് രണ്ടുപേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ, അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഞാൻ ഗൈഡൊക്കെ ആയിരുന്ന ആളുകൾ അവർ പെട്ടെന്ന് തന്നെ, അവർ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ നമ്മൾ കേട്ടത് വാർത്തയിൽ വായിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവർക്കിത് മനസ്സിലായിട്ടുണ്ടാവും. അവർ പെട്ടെന്ന് ഞങ്ങളെ പാക്കപ്പ് ചെയ്യണേ. അവർ ഞങ്ങളെ കവർ ചെയ്തിട്ട്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക, അവരുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. അവിടെ ആയിരക്കണക്കിന് മലയാളികളുണ്ട്. ഞങ്ങൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈസൺ എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര ആളുകളുണ്ട്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പാനിക്കായി. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളും ഫാമിലിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സാഹചര്യം. പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണം. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന, പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ്. യഥാർത്ഥം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. सर आपका नाम क्या है? विनू भाई। विनू भाई, आप मुझे बताइए किस तरह से हुआ ये सब? वो मैंने बैठा था ना, तो ये पहला फायरिंग आया, दूसरा आया, तीसरा आया, सब भाग गया। बस ये फायरिंग बहुत हो गया, एक दबा दबी हम भागने ये अड़ी गया। तो कितने लोग थे, आपने देखा कितने लोगों ने गोलियां चलाई? वो लोग देखा या नहीं है, दिखाता नहीं है कि हमने गोली आती है। तो आपने देखा उनको? क्या छुप के फायर कर रहे थे या खुले? चुप के फायर। हाँ। तो नाम पूछ रहे थे वो, पहले नाम क्या है, उसके बाद गोली मार रहे थे? वो मालूम नहीं है। अच्छा, तो आपको कहाँ लगी गोलियां? आप कैसी हालत है आपकी? ठीक है। बाकी व्यवस्था कैसी है चिकित्सा? ठीक है। यहाँ पर है ये, इनसे बात कर। आपका नाम? हम कुछ नहीं देखा, हम नीचे गिर गया, पत्थर में गिर गया नीचे। अच्छा, तो डर गए थे, खौफ डर गए थे? क्या डर गए थे? नहीं, हमें नीचे थे। अच्छा, नीचे थे, पत्थर में गिर गया। उनसे बात करते हैं। सर आपका नाम क्या है? रंजित कुमार। आपने जब सुना तो क्या हुआ? नीचे था तो वो साउंड सुनकर घूमने के आने के टाइम में वो गिर गया, 5 बार गिर गया। वो थोड़ा दिक्कत हो गया। अच्छा। यहाँ पर आप देख सकते, मैं बात करता हूँ। सर आप ऊपर थे वाइसरन में? जी मैं वहीं पे था।
एक्चुअल में हम क्या जस्ट गोलियां कहां से आ रही थी? एक्चुअल में सर हमने यानी दरवाजे पे थे बिल्कुल जहां पे आखिरी में निकलते और घोड़े पे बैठते हैं ना, तो हमारे जैसे निकल ही रहे थे तो वहां पे एक दरवाजा निकलने का बहुत छोटा सा था और पब्लिक बहुत थी। तो हम जैसे निकले, मैंने मिसेस को आगे निकाला, घोड़े में वहां पे कीचड़ दिया और पीछे से गोलियां कंटिन्यू चलने लगी बहुत। तो पब्लिक एकदम से बहुत आई और पब्लिक ने हमको धक्का दी, तो मैंने मिसेस को तो बाहर निकाल दिया था, मेरा बेटा फंस गया था। फिर हमने उसको भी निकाले और गोलियां इतनी चल रही थी कि कोई किसी को नहीं देख रहा था, लोग एक दूसरे के ऊपर से जा रहे थे। हम भी जंगल में कूद गए और कूदते काटते जंगल से नदी से वगैरह कूद के हम नीचे पहुंचे। वहां उस वक्त सुरक्षा थी कुछ? नीचे आर्मी थी, नीचे थी हमारी आर्मी, लेकिन जंगल में कोई सुविधा नहीं थी। हम जंगलों से जो हम 7 किलोमीटर उतरे तो वहां पे हमारे को नहीं मिला कुछ। क्या ऐसा कुछ हुआ कि आपने ऐसा कुछ सुना कि नाम लेकर बोला कि ये मुसलमान है, हिंदू है? नहीं, ऐसा कुछ नहीं सुने हमने, ऐसा कुछ नहीं सुने, क्योंकि हम आगे थे, गोलियां हमारे पीछे जस्ट पीछे ही चल रही थी, तो हमने पीछे मुड़ के भी नहीं देखे कि गोलियों की आवाज हमारे को समझ में आई थी और कई राउंड फायर हो रहे थे, तो हम सीधा कूदे। गोलियां चली? काफी चली थी, गिनती नहीं है लेकिन काफी। कितनी संख्या थी उन लोगों की, वो कुछ आइडिया आपको? नहीं, कि पब्लिक वो दरवाजे पे इतनी आ गई कि पीछे का आपको समझ नहीं आता और पीछे लोग बोल रहे थे मार रहे भाई निकलो, गोलियां चल रही है निकलो। आप बताइए आपको कितना खौफ लगा? बहुत, ऐसे लग रहा था कि बस अभी 1 मिनट के अंदर अगर नहीं पहुंचते तो हम भी अभी यहाँ पे नहीं होते थे। गेट के बिल्कुल लोग दौड़ रहे थे पीछे से, तो हम उनको देख के सीधा कूद गए और वहाँ पे जहाँ पे पानी या घोड़े चलते हैं ना, इतनी गैप भी थी, वहाँ पे हम कूद गए अपनी जान बचाने के लिए। खाई में गिरे ना, जैसे कूदे नीचे नदी में, तो उनके पैर में 2 फ्रैक्चर हो गए। और फिर कितनी देर तक वो ये गोलियां चली और कितने लोग थे उस मैदान में? लोग तो मेरे हिसाब से बहुत सैकड़ों में थे, क्योंकि मैं खुद वहां पे अंदर था, सब एंजॉय कर रहे थे, कोई घूम रहा था, हम भी मैगी खा के निकले। वहां तो पैदल जाना पड़ता? नहीं, घोड़े से गए थे, लेकिन उतरे हम पैदल, जंगलों से पैदल, लेकिन पब्लिक बहुत थी, पब्लिक यानी हम लोग काफी थी। कितनी देर तक गोलियां चली? काफी देर चली, क्योंकि हम जब तक नीचे उतर रहे थे 2-3 किलोमीटर तक तो मैंने गोलियां चलने के पीछे से आप लगाएं तो कितनी देर? मिनटन में डाडियों कर तो बहुत चल रही थी गोलियां, सैकड़ों में गोलियां चली। हम काफी 2-3 किलोमीटर आ रहे थे, वहां तक के हमारे को पीछे से गोलियों की आवाज आ रही थी और लोग बोल रहे भाई रुको मत, सीधा भागते जाओ, जहां जिसको आ रहा है जंगल में भागो, बस लोग डरा रहे थे भागो। तो हम नीचे आए, हम नदी के बाजू से, नदी से होते हुए आए, तो नीचे पहुंचे तो हमारे को नीचे रोड पे नदी के बाजू में से आर्मी मिली, फिर आर्मी वालों ने हमारे को गाड़ी देके पार्किंग तक के हमारी गाड़ी तक पहुंचाया। तो आपको लगता है कि 20-25 मिनट तक गोलियां चली होंगी? एक्चुअल में कितनी देर तक? 25 मिनट 30 मिनट हम बहुत यानी इतना कितनी देर तक गोलियां चली? हम इतना घबराए हुए थे कि हमने सुने पर हम पीछे देखे भी नहीं और उतरते ही जा रहे थे, क्योंकि टाइम ही नहीं था कि हम कुछ सुने। जंगल में हम कूद गए, जहाँ जंगल में कूदे लगाए तो कितनी देर तक चली? 10-15 मिनट तो चले। 10-15 मिनट लगातार कंटिन्यू चल रही थी। कुछ महिलाओं ने वहाँ स्टेटमेंट दिया है कि मुसलमान नाम पूछा, और वो मेरे ध्यान में नहीं, लेकिन गोलियां कंटिन्यू चल रही थी और कोई एक बंदा नहीं चला रहा था और ये कोई पिस्टल वगैरह की नहीं थी, कोई AK-47 वगैरह ऐसी थी जो